നമ്മുടെ രാജ്യത്ത് ആദ്യമായി യുവാവിന് ദയാവധത്തിന് അനുമതി നൽകിയിരിക്കുകയാണ്. ഹരീഷ് റാണയ്ക്കാണ് ദയാവധത്തിന് അനുമതി നൽകിയത്. ഘട്ടം ഘട്ടമായി ചികിത്സ അവസാനിപ്പിക്കാം. ദയാവധം നിയമവിധേയമാക്കിയതിനു ശേഷമുള്ള ആദ്യ വിധിയാണിത്. 2013 ബിടെക്കിന് എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോൾ തന്റെ താമസ സ്ഥലത്ത് PGയിൽ നിന്ന് താഴെ വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ 31 വയസ്സുള്ള ഹരീഷ് റാണയ്ക്കാണ് ഇപ്പോൾ ദയാവധം അനുവദിച്ചിരിക്കുന്നത്. 2013 തലയ്ക്ക് വീണ് പരിക്കേൽക്കുകയും കോമാവസ്ഥയിലേക്ക് പോവുകയും ചെയ്തിരുന്നു ശരീരം. പിന്നീട് ഡൽഹി ഹൈക്കോടതിയിൽ ഉൾപ്പെടെ മാതാപിതാക്കൾ ദയാവധത്തിന് അനുമതി തേടി സമീപിച്ചിരുന്നെങ്കിലും ഡൽഹി ഹൈക്കോടതി മനുഷ്യന്റെ അവസ്ഥ ഇപ്പം മരണം പോലും തോൽപ്പിച്ചു കഴിയും. മരണത്തിന് പോലും ചിലപ്പോൾ ഒരു ദയ കാട്ടിയെന്നും വരില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയുടെ ആയിരിക്കും അദ്ദേഹം കിടന്നത്. ഇത്ര വർഷമായിട്ടും നല്ലൊരു എഞ്ചിനീയറിംഗ് പഠിച്ച് മാതാക്കൾ പ്രതീക്ഷയാവേണ്ട ഒരാളാണ്. ഇപ്പോൾ കിടക്കുന്ന കണ്ടില്ലേ, ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഒന്ന് ഒരു ശ്വാസം നൽകാൻ തീരാവുന്നേ ഉള്ളൂ. എന്നിട്ട് പോലും അത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ ആയുസ്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് അനുമതി കൊടുത്തത് വളരെ ഒരു വിധത്തിൽ നന്നായിരുന്നു. കാരണം ചിലർക്ക് മരണം വേർപ്പെടുത്തലാണെങ്കിലും ചിലർക്കൊരു മരണം ഒരു ആശ്വാസമാണ്. ഇത് ആത്മഹത്യയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയല്ല. ആത്മഹത്യ ചെയ്യുന്നത് അതൊരു ജീവൻ നഷ്ടപ്പെടുന്നതിന്, എന്തെങ്കിലും കാരണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നതിനാണ്. ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ നോക്കി, ഒരു ജീവൻ കിട്ടാൻ കൊതിച്ചിരിക്കുന്ന ഒരു ജീവിതം അയാൾക്ക് കിട്ടിയില്ല. ഭാഗ്യം നിർഭാഗ്യവാനല്ലേ അദ്ദേഹം. തലയിലൊക്കെ അടിച്ച് ഇത്രയും വർഷം ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പോസിബിൾ ആയതുകൊണ്ടാണ് അവർ ദയാവധം ചോദിച്ചത്. ഇവിടെയൊക്കെ കാര്യം ആലോചിച്ച് നോക്കി. എന്തെങ്കിലും ഒരു പെണ്ണ് തേച്ച് കഴിഞ്ഞാൽ ചാവും, എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ വിഷമത്തിൽ ചാവും, ഒന്നും കിട്ടാതെ വണ്ടി മേടിച്ച് തന്നില്ലെങ്കിൽ ചാവും. ഒരു ജീവനൊരു വിലയുണ്ട്, അത് ആദ്യം മനസ്സിലാക്കും. ഇപ്പോൾ ഈ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുള്ളൂ ജീവിതത്തിലേക്ക് ഒരു വിലയില്ലാണ്ടെങ്കിൽ വിലയില്ലാത്തൊരു ജീവിതമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് മരണം വളരെയധികം അർഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആത്മാവിന് നിത്യശാന്തി നേരട്ടെ.